ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡിയുടെ അന്വേഷണം എഴുതുന്നതാണ് വാർത്ത. ഉണ്ണികൃഷ്ണൻ പോറ്റി, എ പത്മകുമാർ അടക്കമുള്ള പ്രധാന പ്രതികളെ ആരെയും ചോദ്യം ചെയ്തിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റവും കേസിനെ ബാധിച്ചുവെന്നാണ് കണ്ടെത്തൽ. ജനുവരിയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡി അന്വേഷണം ആരംഭിച്ചത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പൊ ഈ കേസിനെ ഇങ്ങനെ എന്താ പറയുന്നത്, അതിന്റെ ആ ഒരു കാലതാമസം വരുത്തുന്ന ചില ഘടകങ്ങളുണ്ടല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ്. ഈ ഇഡി ECI രജിസ്റ്റർ ചെയ്തത് ജാനുവരിയിലാണ്. സാധാരണ ഇതിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് അത്യന്തം പെട്ടെന്ന് തന്നെ പ്രധാനപ്പെട്ട പ്രതികളിലേക്ക് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കരുതിയിരുന്നു. പക്ഷേ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ പത്മകുമാറിനെ ഒന്നും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനൊരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അന്വേഷണം ഇഴയുന്നു എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇഡി പറയുന്ന ന്യായം അത് ചില ഉദ്യോഗസ്ഥർ, അതായത് ഈ കേസിന്റെ അന്വേഷണ ചുമതല ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ സ്ഥലം മാറിപ്പോയി. അതോടൊപ്പം മറ്റു ചില ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറിപ്പോയി. പുതിയ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അവർ കേസ് ഫയൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. നേരത്തെ SITയുടെ അന്വേഷണം നിലച്ചു എന്ന വിവരം തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉണ്ടായിരുന്നു. അതിന് സമാനം തന്നെയാണ് ഇഡിയുടെ അവസ്ഥ. ഇഡിയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയുള്ളത് SIT കുറ്റപത്രം സമർപ്പിച്ചാൽ ആ കുറ്റപത്രം കൂടി വാങ്ങിയ ശേഷം അതിൻ്റെ ഒരു ക്രൈം എങ്ങനെയാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നതെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതൊക്കെയാണ് ഇഡിയുടെ അന്വേഷണം ഇടയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്തോടുകൂടി ഇഡി അന്വേഷണം മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.